ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്, ഗോതമ്പ് ബിരിയാണി. ഒരു തവണ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ഫേവറേറ്റ് ബിരിയാണിയിൽ ഒന്നായിരിക്കും ഇത്, ഉറപ്പായിട്ടും. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ ഈ ഗോതമ്പ് ബിരിയാണി തയ്യാറാക്കുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാ കടകളിലും കിട്ടുന്ന ഒന്നാണ് ഈ നുറുക്ക് ഗോതമ്പ്. ഈ ഗോതമ്പ് വെച്ചിട്ട് നമ്മൾ സാധാരണ ഗോതമ്പ് കഞ്ഞി വയ്ക്കാറുണ്ട്, അതുപോലെ തന്നെ ഗോതമ്പ് ഉപ്പുമാവൊക്കെ നമ്മൾ വെക്കാറുണ്ട്. ആ സെയിം നുറുക്ക് ഗോതമ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ 1/2 കിലോ നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു പാത്രത്തിൽ ഫുള്ളും ഇങ്ങനെ നിറച്ചെടുത്തിട്ട് അതിൻ്റെ 2 ഇരട്ടി വെള്ളം വേണം ഇതിൽ വെക്കാനായിട്ട്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ബിരിയാണി ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ബിരിയാണി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേണ്ടത് ചിക്കനാണ്. ഞാനിപ്പോൾ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. 1/2 കിലോ ഗോതമ്പിന് 1/2 കിലോ ചിക്കൻ, ആ ഒരു രീതിയിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഫസ്റ്റ് നമുക്ക് ഈ ബിരിയാണിക്ക് വേണ്ടി വേണ്ടത് ചിക്കൻ മസാല തയ്യാറാക്കി എടുക്കലാണ്. എന്നാൽ ശരി, നമുക്ക് ചിക്കൻ ഗ്രേവി ഒന്ന് തയ്യാറാക്കി എടുക്കാം. നമ്മുടെ ഈ ചിക്കൻ മസാല തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു കട്ടിയുള്ളൊരു പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 ഏലക്ക, ഒരു തക്കോലം, ഒരു പീസ് കറുവാപ്പട്ട, 4 ഗ്രാമ്പു, ഇത്രയും കൂടി ചേർക്കാം. പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക്. അപ്പോൾ ഇത് ഇത്രയും നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. ഇനി നമ്മൾ ഇത് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. കൂടെ തന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് ബിരിയാണി ഇലയാണ്. രമ്പ ഇല എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത്. നല്ലൊരു മണവും ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ കിട്ടും നമ്മൾ ഈ ഇല ചേർക്കുമ്പോഴത്തേക്കും. അതിൻ്റെ പേരിലാണ് കുറച്ച് ഇല ചേർത്തത്. അപ്പോൾ ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, നമുക്കിത് സ്കിപ്പ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തന്നെ നമ്മളിത് എടുക്കണം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ഈ ചിക്കൻ മസാല തയ്യാറാക്കിയതിന് ശേഷമാണ് ഇത് ബിരിയാണിയിലേക്ക് മിക്സ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ബിരിയാണി അരി വെച്ച് ബിരിയാണി വെക്കുന്നതിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നാണിത്. നമ്മുടെ സവാളയൊക്കെ ഇപ്പം നന്നായിട്ട് വഴണ്ടിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ചേർക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചത് കൂടി, അപ്പോൾ അതും ചേർക്കുകയാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്ത ശേഷം ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അത്രയും സമയം കൊണ്ട് ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ച മണമൊക്കെ നമുക്ക് മാറിക്കിട്ടും. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മസാലയുടെയൊക്കെ ആ ഒരു പച്ച മണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ പീസൊക്കെ ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് അളവിലാണ് ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത്. കാരണം നമുക്ക് നല്ലതുപോലെ വറ്റിച്ചിട്ട് വേണം ഈ ചിക്കൻ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം ഒന്നും പാടില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്, നല്ല റോസ്റ്റ് പോലെ. അതിൻ്റെ പേരിലാണ് 1.5 കപ്പ് അളവിൽ നമ്മൾ വെള്ളം വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ വേകാനായിട്ട് അധികം സമയം നമുക്ക് ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് മാത്രം നമ്മൾ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. അത്രയും സമയം കൊണ്ട് ഈ വെള്ളം ഫുള്ള് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വറ്റി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഈ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കുന്ന രീതിയിൽ മാത്രം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങളെ വീട്ടിൽ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നത് ഇതുപോലെ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് നല്ലതുപോലെ ഇഷ്ടമാവും.
നമ്മുടെ ചിക്കൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ട് വരികയാണ് ഇതിപ്പോൾ. 10 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് വറ്റിയിട്ട് വരുമോയെന്നറിയില്ല. അങ്ങനെ എങ്ങാനും ഉണ്ടെങ്കിൽ 2 മിനിറ്റ് കൂടി നമുക്ക് എക്സ്ട്രാ ഒന്ന് വെക്കാം. നമ്മുടെ ചിക്കനിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 11 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ആ എണ്ണയൊക്കെയാണ് ഇങ്ങനെ ഫ്രണ്ടിൽ തെളിഞ്ഞ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ്. ആ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിയുടെ അടുത്ത സ്റ്റെപ്പാണ്. നമ്മുടെ ബിരിയാണി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിതുപോലെ ഒരു ചെമ്പ് ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. അടി നല്ല കട്ടിയുള്ള പാത്രം നോക്കി നമ്മൾ എടുക്കണം, അത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് വെളിച്ചെണ്ണയാണ്. അതുപോലെ 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർക്കുകയാണ്. നമ്മുടെ ഈ ബിരിയാണിക്ക് എപ്പോഴും കുറച്ച് ഓയിലും നെയ്യൊക്കെ അധികമായിട്ട് ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റിൻ്റെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഒരുപാട് നെയ്യും എണ്ണയൊന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ചേക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ഏലക്ക, ഒരു ചെറിയ പീസ് കറുവാപ്പട്ട, 3 ഗ്രാമ്പു. അപ്പോൾ ഇതുകൂടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു പകുതി സവാള കൂടി ചേർക്കുകയാണ്. ഒരു വലിയ സവാളയിൽ നിന്ന് പകുതി സവാളയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ 1 ചേർക്കണം. പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ്, അതുകൂടി ചേർക്കാം. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് സവാള ആയതിൻ്റെ പേരിൽ തന്നെ പെട്ടെന്ന് വഴറ്റിയിട്ട് കിട്ടും. നമ്മുടെ സവാള ഇപ്പോൾ നന്നായിട്ട് വഴറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റി കിട്ടിയാൽ മാത്രം മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കേണ്ട അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് ബൗളിലാണോ ഗോതമ്പ് റവ എടുത്തിട്ടുള്ളത് അതിൻ്റെ 2 ഇരട്ടിയായിട്ട് വേണം തേങ്ങാപ്പാൽ വെക്കേണ്ടത്. അതായത് ഈ 1 ബൗൾ ഗോതമ്പ് റവയ്ക്ക് 2 ബൗൾ തേങ്ങാപ്പാൽ നമ്മൾ ചേർക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പാലിന് മാത്രം ആവശ്യമുള്ള ഉപ്പ് ചേർത്താൽ മതിയാവും. കാരണം നമ്മുടെ ചിക്കനിലൊക്കെ ഉപ്പുള്ളതാണ്. അതിൻ്റെ പേരിൽ ഈ തേങ്ങാപ്പാലിന് മാത്രമുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഈ തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരണം. അപ്പോൾ തിളച്ചിട്ട് വരുന്ന ടൈം വരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ തേങ്ങാപ്പാൽ വേറെ അതിൻ്റെ വെള്ളം വേറെ സെപ്പറേറ്റ് ആയിട്ട് പോവും. അതിൻ്റെ പേരിൽ അത് മറക്കാതെ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പെട്ടെന്ന് തന്നെ ഇത് തിളച്ചിട്ട് വരും. വളരെ കുറച്ച് തേങ്ങാപ്പാലിൽ നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് വരുന്നുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇതൊന്ന് തിളച്ച് തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കൻ പീസാണ്. അപ്പോൾ ആ ചിക്കൻ പീസ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഗോതമ്പ് റവ ചേർക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഗോതമ്പ് റവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് പെട്ടെന്ന് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ഈ പെട്ടെന്ന് തന്നെ ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് റവ പിടിച്ചെടുക്കും. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ഉപ്പെല്ലാം ആവശ്യത്തിന് ചേർത്തതാണ്. അതിൻ്റെ പേരിൽ ഇനി ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഗോതമ്പ് നമ്മൾ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ പിന്നീട് ആ ഫുൾ കംപ്ലീറ്റ് വെള്ളവും നല്ലതുപോലെ അത് പിടിച്ചിട്ട് നല്ലതുപോലെ വറ്റിയിട്ട് വരും. ഏകദേശം 1 മിനിറ്റ് പോലും വേണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഈ കംപ്ലീറ്റ് വെള്ളവും ഈ ഗോതമ്പ് വലിച്ചെടുക്കും. ഇതിപ്പോൾ കാണുമ്പോൾ ഇച്ചിരി വെള്ളം പോലെയാണുള്ളത്. അതൊന്നും പ്രശ്നമില്ല. ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഓരോ ഗോതമ്പും സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. സാധാരണ നമ്മുടെ ബിരിയാണിയൊക്കെ വെക്കുമ്പോഴത്തേക്കും ഏകദേശം 1 മണിക്കൂറും കൂടുതൽ നമുക്ക് വേണ്ടി വരും. പക്ഷെ നമ്മുടെ ഈ ബിരിയാണി വെക്കാനായിട്ട് ഒരു 30 മിനിറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് ബിരിയാണിയിൽ ഒന്നാണിത്. ഉറപ്പായിട്ട് നിങ്ങൾക്കും ഇത് നല്ലതുപോലെ ഇഷ്ടമാവും. അതിൻ്റെ പേരിലാണ് ഞാൻ വീണ്ടും പറയുന്നത്. എന്നാൽ ശരി,
നമുക്കിതൊരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അത്രയും സമയം കൊണ്ട് ഇത് നന്നായിട്ട് വെന്തിട്ട് കിട്ടും. നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ പേരിലാണ് ഞാൻ ഇച്ചിരി അടി കട്ടിയുള്ള പാത്രം നോക്കി എടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞിട്ട് പോകും. അതിൻ്റെ പേരിൽ നിങ്ങൾ ഇച്ചിരി കട്ടിയുള്ള പാത്രം വേണം എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ അടി കട്ടിയുള്ള പാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ ഗ്യാസിന് മുകളിലായിട്ട് ഒരു പ്ലേറ്റ് പോലെ എന്തെങ്കിലും ഇട്ടിട്ട്, അതായത് ഒരു തട്ടുണ്ടല്ലോ, ആ തട്ട് എന്തെങ്കിലും ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് ആ പാത്രം അങ്ങ് വെച്ചിരുന്നാൽ മതിയാവും. എന്നിട്ട് നമ്മൾ ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് കുറച്ച് വെച്ചിരുന്നാൽ മതി. 15 മിനിറ്റ് മാത്രം മതി, ഒരുപാട് സമയമൊന്നും വേണ്ട. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ബിരിയാണിയുടെ നല്ല സൂപ്പർ മണമൊക്കെ വരുന്നുണ്ട്. നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഓരോ ഗോതമ്പും സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് കണ്ടോ? വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. ഇതിങ്ങനെ നമ്മൾ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴത്തേക്കും ഈ ബാക്കിയുള്ള ചെറിയ ആ ഒരു തിക്നെസ് കൂടി മാറിയിട്ട് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടുണ്ടാകും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടെ ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കുകയാണ്. കഴിഞ്ഞു. നമ്മുടെ ഗോതമ്പ് ബിരിയാണി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. ഇത് കഴിക്കാനായിട്ട് ഇനി പ്രത്യേകിച്ച് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ കറി മസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു തൈര് സാലഡ് മാത്രം മതിയാവും. അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു ഉഷാറ് റെസിപ്പിയുമായിട്ട് കാണാം. പിന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്കണം. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.